വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടുപോലെ നിങ്ങളുടെ തലയിൽ ഒരുപാട് താരൻ ഉണ്ടെങ്കിൽ എങ്ങനെ എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും, അതുപോലെ ഹെയർ ഫോൾസ് ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഞാൻ പറയുന്ന ഹോം റെമഡി വെച്ചിട്ട് ഹെയർ ഫോൾസും കുറയ്ക്കാം, അതുപോലെ നിങ്ങളുടെ തലയിലെ താരനും കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടിപ്പുറത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഹോം റെമഡി എല്ലാവർക്കും ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അധികം എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്, വേറെ ഒന്നുമല്ല, താളി എന്ന് പറയും. താളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി, അതുപോലെ തുളസി, കറ്റാർവാഴ ഇതൊക്കെ ഇട്ട് അരച്ച് നല്ല രീതിക്ക് അരിച്ചെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ തലയിലെ താരൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും, അതുപോലെ മുടി കൊഴിച്ചിലും കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ചിലവർക്ക്, എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ തലയിൽ നല്ല രീതിയിൽ മുടി പൊഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒന്നൊരാഴ്ചയുടെ അടുത്ത് നല്ല രീതിക്ക് മുടി പൊഴിഞ്ഞുകൊണ്ടായിരുന്നു. ചില പൊഴിഞ്ഞ മുടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു, താരനും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും പറയും ഈ താളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ മുടി പൊഴിയും എന്നുള്ളത്. എനിക്കറിയില്ല, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് മുടി പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ താരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊഴിഞ്ഞ മുടിയൊക്കെ ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ കിളിർത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുടി എന്നൊക്കെ പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അതായത് ഇപ്പം നമ്മുടെ തലമുറകളായിട്ട് നല്ല രീതിയിൽ മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് ഉണ്ടാകാൻ പോകുന്നവർക്കും നല്ല രീതിയിലുള്ള മുടി, അങ്ങനെ ആ ഒരു കാരണങ്ങൾ കൊണ്ടും നല്ല രീതിയിൽ മുടി ഉണ്ടാകുന്നവരുണ്ട്. അതായത് നല്ല രീതിക്ക് കെയർ ചെയ്തിട്ട് പോലും മുടി വളരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അപ്പോൾ പാരമ്പര്യമായിട്ട് മുടിയില്ല, അതുകൊണ്ട് ഞാൻ എത്ര നോക്കിയാലും മുടി വരില്ല എന്നൊന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ മാക്സിമം കെയർ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി വരും. കെയർ ചെയ്താൽ എന്തായാലും വരും. പിന്നെ എല്ലാവരുടെ മുടിയും എല്ലാവരുടെ ശരീരവും എല്ലാവരുടെ ഹെൽത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മുടെ മുടീനെ ആശ്രയിച്ചിരിക്കും. അതായത് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ല പൊഴിയാത്ത മുടി, നല്ല ബലത്തിൽ ഉറപ്പിലുള്ള മുടികൾ വരാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ല നല്ല ഫുഡുകളും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. മുടി വളരാൻ ഏറ്റവും ഹെൽപ്പായിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നെല്ലിക്ക നല്ല രീതിക്ക് ഒരു ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല രീതിക്ക് അരിച്ചെടുത്ത് ഒരു ദിവസം ഒരു ഗ്ലാസ് എങ്കിലും നെല്ലിക്ക ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുടി വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെമ്പരത്തിയും തുളസിയും കറ്റാർവാഴയൊക്കെ ഇട്ട് നല്ല രീതിക്ക് അരിച്ചെടുത്ത് ഡെയിലി ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും നിങ്ങൾ തേക്കുവാണെങ്കിൽ നിങ്ങളുടെ താരൻ മാറാനും മുടി വളരാനും സഹായിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.